ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീഷോയിൽ നിന്ന് 2-3 സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വാങ്ങിച്ചായിരുന്നു. അപ്പം അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ മീഷോയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ, ഡ്രസ്സെന്നല്ല എന്ത് സാധനം തന്നെയാണെങ്കിലും വാങ്ങിക്കുമ്പോൾ കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഫോട്ടോയും കൂടി നല്ല രീതിയിൽ റെഫർ ചെയ്ത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അവർ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റിംഗുള്ള ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുള്ള ഫോട്ടോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്ത് വയ്ക്കുന്ന കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഇത് ഒരു വളരെ മീഷോയുടെ കവറിൽ മാത്രമാണ് ഇത് വരുന്നത്. എനിക്ക് പാക്കേജിങ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ട്രാൻസ്പെറൻ്റ് ആണ്, പിന്നെ വേറെ ഒരു കവർ പോലും ഇല്ലായിരുന്നു. പ്ലെയിനായിട്ട് ഞാനിത് ഓൾറെഡി പൊട്ടിച്ച് ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കി, ലെങ്ത് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കി, എല്ലാം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വാഷൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് പൊട്ടിച്ച് അവർ പറഞ്ഞിരിക്കുന്ന അത്ര അളവുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മെറ്റീരിയൽ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പം ഇങ്ങനെയൊരു പാക്കേജിങ് മാത്രമാണ് വന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. മീഷോയുടെ നോർമൽ കവറിൽ സിംഗിളായിട്ട് ഇങ്ങനെ വന്ന ട്രാൻസ്പെറൻറ്റുമാണ്. അതുതന്നെയല്ല ഒരു കുറച്ചുകൂടി ഒന്ന് അവർക്ക് നീറ്റായിട്ട് പാക്ക് ചെയ്യാൻ തോന്നി. കളറൊക്കെ അടിപൊളിയാണ്, ഒരു കുഴപ്പവുമില്ല. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്. ക്രേപ്പ് മെറ്റീരിയൽ ചെറിയൊരു പോളിസ്റ്റർ ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റാണ്, ഭയങ്കര ഒരു കൂളിംഗ് തരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല കൂളിംഗ് ഉണ്ട്, ടച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പം ഇതിങ്ങനെ ഒരു ആൾക്കൂടി ഇതിനകത്ത് സാധനം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഇവർ മടക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, വേറെ പാക്കിങ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നുമില്ല. പാക്കേജും കുറച്ച് ബോറാണെങ്കിലും സാധനം നല്ല അടിപൊളിയായിരുന്നു. നമ്മളിപ്പം ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഇതിൻ്റെ ഇങ്ങനെ അറ്റം എടുത്തിട്ട് ഇതിങ്ങനെ വലിയോ എന്നൊന്ന് നോക്കിയാൽ മതി. ഇതിങ്ങനെ പിഞ്ചിപ്പോകുന്ന പോലെ തോന്നും നമ്മളിങ്ങനെ വലിക്കുമ്പോൾ. ഇത് അങ്ങനെ പിഞ്ചി പോകുന്നില്ല. അപ്പം ഒരുവിധം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അങ്ങനെ പോകാതിരിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ നോർമലി പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങിക്കുവാണെങ്കിലും നിങ്ങൾ അതിൻ്റെ അറ്റം എടുത്തിട്ടൊന്ന് വലിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വിള്ളുന്നത് പോലെ വലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇല്ല. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് ടൈറ്റായിട്ട് ബോഡി ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ വലിയുന്നതായിട്ട് കാണാം. ഇത് ഇപ്പം അങ്ങനെയുള്ള ഒരു മെറ്റീരിയലല്ല. പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല സത്യം പറഞ്ഞാൽ. ലൈനിങ് ഇടാതെ തയ്ക്കേണ്ടവർക്കും ഇടാം. കോട്ട് സെറ്റ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതാണ്. വെറുതെ ഒരു ടോപ്പോ പലാസയോ അങ്ങനെ ചെയ്യാം. കുട്ടികൾക്ക് ഗൗൺ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ വേറെ കസ്റ്റമേഴ്സ് മേടിച്ച ഫോട്ടോ നോക്കുമ്പോൾ അവർ സാരിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് 5 മീറ്റർ തുണിയെന്നാണ് അവർ മീഷോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്കിത് അളന്ന് നോക്കിയിട്ട് 5 മീറ്റർ കഴിഞ്ഞിട്ട് ഇത്രയും നീളവും കൂടെ ഒരു 1/4 മീറ്റർ വരത്തില്ല, എങ്കിലും ഇത്രയും നീളവും കൂടെ ഒരു ഷോർട്ട് ഹാൻഡിനൊക്കെ, ഇപ്പോൾ ഗൗണോ അല്ലെങ്കിൽ ഒരു ചുടിയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഷോർട്ട് ഹാൻഡിനുള്ള ലെന്തിൽ തുണി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടിപൊളിയൊന്നും പറയാനില്ല. നമുക്ക് തന്ന ലെന്ത് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാം സാധനം സൂപ്പറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച ഈ മെറ്റീരിയലാണെങ്കിലും ഇതാണെങ്കിലും ഇതെല്ലാം 5 മീറ്ററിലെ സിംഗിൾ പീസും ഉണ്ട്. പിന്നെ ഒരു 4 പീസായിട്ടും, അതായത് 2 മീറ്ററിൻ്റെ പല കളറ്, ഇതൊരു കളറൊക്കെ ആയിട്ട് ഇതൊരു കളറും ഒക്കെ ആയിട്ട് ഒരു 4 പീസിൻ്റെയൊക്കെ സെറ്റും വരുന്നുണ്ട്. ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചിരിക്കുന്നത് 5 മീറ്ററിലെ സിംഗിൾ ആയിട്ടുള്ള സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സെയിം പാക്കേജിങ്, ആദ്യം കാണിച്ചതിൻ്റെ സെയിം പാക്കേജിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു പ്ലെയിൻ പാക്കേജിങ്, അതായത് കൊണ്ടുവരുന്നവർക്ക് വരെ എല്ലാ സാധനവും മനസ്സിലാകുന്ന രീതിയിലുള്ള പാക്കേജിങ്ങാണ്. വേറെ മീഷോയുടെ ഈ ഒരൊറ്റ പുറത്തുള്ള കവറല്ലാതെ ഈ സാധനങ്ങൾ ഒട്ടും തന്നെ ഈ സാധനം ഒട്ടും തന്നെ ഒരു പാക്കേജിങ് വൈസ് ഗുഡല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത മെറ്റീരിയൽ ഇതാണ്. ഇതും സെയിം ക്രേപ്പ് തന്നെയാണ്.
നമുക്ക് മുമ്പത്തെ പോലെ ഗൗണോ കോട്ട് സെറ്റോ എന്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടാനാണ് അത് ഓക്കെയാണ്. അത്യാവശ്യം പുറത്തോട്ടൊക്കെ പോകുമ്പോഴും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലെഗിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ കുഴപ്പമില്ല. കോട്ട് സെറ്റായിട്ടും അടിപൊളിയാണ് ഗൗണ്. ഇതൊരു മൾട്ടിപർപ്പസ് തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്. ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പം അങ്ങനെ ഫീൽ ഗുഡായിട്ട് തോന്നുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നല്ല ലെങ്തും വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തേനും നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, രണ്ടാമത്തേനും ഒന്നും പറയാനില്ല. ലെങ്ത് വൈസ് അടിപൊളിയാണ്. ഇതിന് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. പിന്നെ എന്താ ഇതിൻ്റെ മെറ്റീരിയലും നമുക്കിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ കേട്ടോ, ഇത് വല്ലാതെ വലിയൊന്നും ഇല്ല. മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. പോളിസ്റ്റർ മിക്സ് ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് തന്നെയുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഞാൻ അളന്ന് നോക്കിയായിരുന്നു. അപ്പം അളന്ന് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇത്രയും കാണാമോ, ഒരു ഇത്രയും ലെങ്ത് എനിക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഭയങ്കര അടിപൊളി കാര്യമാണ്. കാരണം പലതും നമ്മൾ കുറഞ്ഞു പോവുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓർമ്മയോടെ കാണിക്കാം. അതിനെനിക്ക് കുറഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പം ഈ 5 മീറ്ററായിട്ട് മേടിച്ച് ഈ 2 എക്സ്ട്രാ കുറച്ചിട്ടിട്ടുണ്ടെന്നല്ലാതെ ഒട്ടും തന്നെ തുണി കുറവില്ല. സോഫ്റ്റാണ്, ക്വാളിറ്റി ഉണ്ട്. കളറ് ഫെയ്ഡായിട്ടുള്ള അങ്ങനത്തെ കളറൊന്നുമല്ല, നല്ല ബ്രൈറ്റ് കളറ് തന്നെയാണ്. എല്ലാം കൊണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. പാക്കേജിങ് ബാക്കിയെല്ലാം അടിപൊളിയാണ്. പാക്കേജിങ് സിംഗിൾ പാക്കേജിങ്ങിൽ ഒരു കവറിലാണ് വന്നതെങ്കിലും പാക്കേജിങ്ങിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അടിപൊളി തന്നെയാണ്. അടുത്ത വന്നിരിക്കുന്നത് അടുത്തത് മേടിച്ചിരിക്കുന്നത് ഇതാണ്. ഇത് ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി ഞാൻ കാണിച്ച 2 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവർ കൂടെ ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ടാണ് വന്നതെങ്കിലും ഒരു കവർ കൂടെ നമുക്കതിൽ ഉണ്ട്. അത് കുറച്ചുകൂടെ സാധനം സെക്യൂർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കവർ കൂടെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ഇത് 4 ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതായത് 2 മീറ്റർ വീതം 4 തുണി 8 മീറ്റർ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് 4 എനിക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്ന സമയത്താണ് കിട്ടിയിരിക്കുന്നത്. 320 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഫസ്റ്റ് മെറ്റീരിയൽ ഇതാണ്. മെറ്റീരിയൽ എഗെയിൻ സോഫ്റ്റാണ്, അടിപൊളിയാണ്, കളറുണ്ട്, ബ്രൈറ്റാണ്, എല്ലാമാണ്. ലെങ്തും കുഴപ്പമില്ല. പിന്നെ എന്താ ഇതിനകത്ത് എനിക്കൊരു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുറവ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മീറ്ററോളം 2 മീറ്ററിൻ്റെ വീതം മെറ്റീരിയലാണ്. 2 മീറ്റർ മെറ്റീരിയൽ 4 മീറ്റർ എനിക്ക് കുറവുണ്ട്. അതായത് 2 മീറ്റർ എന്ന് പറയുമ്പോൾ 80 വരും. എനിക്ക് അതിൽ 80-ൽ നിന്ന് 4 കുറവാണ് കാണിക്കുന്നത്. അപ്പം സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വൈസ് സാധനം ഉണ്ട്, വിഡ്ത്ത് വൈസ് ഇത്തിരി കുറവാണ് 4 എനിക്ക്. പക്ഷേ എങ്കിലും ഷോർട്ട് ടോപ്പോ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിള്ളേർക്കൊക്കെയാണ് ഗൗണൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ സൈസും ഒരു നോർമൽ സൈസാണ്. അതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. നോക്കിയിട്ട് എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തത് ഇതാണ്. ഇതും അത്യാവശ്യം ഒരു ഫേമസ് പ്രിൻ്റാണ്. എഗെയിൻ തുണി അടിപൊളിയാണ്. ഒരിത്തിരി കുറവുണ്ട് എന്നതൊഴിച്ചാൽ എല്ലാ പീസിനും തന്നെ കുറവുണ്ട് എന്നൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി അടിപൊളിയാണ്. ഈ ആദ്യം കാണിച്ച ഇതിൻ്റെ കൂടെ വന്ന ഇതിനേക്കാളും അടിപൊളിയാണ്, സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ ഇതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. ഇങ്ങനെ സ്ട്രൈപ്സാണ്, പക്ഷേ അത് മറ്റേ സിക്സാഗ് പോലെയുള്ള സ്ട്രൈപ്സാണ്. അടിപൊളിയാണ്. ഒരു ഗൗൺ ടൈപ്പൊക്കെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് അടിപൊളിയാണ്. ഇതാണ് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. ഇത് ശരിക്കും ബ്ലൂ അല്ല, ഒരു ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലൂ ലൈൻസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതൊരു എക്സാക്ട് ബ്ലൂ അല്ല, ഒരു ചെറിയൊരു ഗ്രീനിഷ് ടിൻറ്റാണ് ഇത് കാണിക്കുന്നത്.
നേരെ കാണുമ്പോൾ. പക്ഷെ അടിപൊളിയാണ് സാധനം. പിന്നെ ഇതും അടിപൊളി മെറ്റീരിയലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എന്താ പറയുക, ഇതിനേക്കാളൊക്കെ ഇതിന് രണ്ടിനുമാണ്. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ഇ പി എസിനാണ് ഏറ്റവും സോഫ്റ്റ്. അത് കഴിഞ്ഞ് ഇത്, പിന്നെ ഈ ഫസ്റ്റ് കാണിച്ചതിനാണ് കൂടുതലൊരിച്ചിരി തരിതരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി 3 ഭയങ്കര എക്സ്ട്രാ സ്മോളായിട്ടുള്ള കിടിലൻ സാധനങ്ങളാണ്. അടുത്തത് ഇതാണ് ഫുൾ. എല്ലാത്തിനും ഈ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം ഈ പ്രിൻ്റ് തന്നെയാണ്. ഇതിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ബ്ലൂ ആണ് തോന്നിക്കുന്നത് ഇത് കളേഴ്സ് എല്ലാം. പക്ഷെ ഇതിനൊരു ഗ്രീൻ ടെംപ്റ്റാണ്. നല്ലൊരു ഓഫ് വൈറ്റാണ് ഈ കളറ്. ഇച്ചിരൂടെ ഒരു ക്രീമി ഓഫ് വൈറ്റാണ് ഈ കളറ്. പക്ഷെ വീഡിയോ കാണുമ്പോൾ അങ്ങനെയല്ല, വൈറ്റിഷാണ് തോന്നുന്നത്. അത് വെച്ച് നല്ല അടിപൊളി മെറ്റീരിയലാണ്. അപ്പം ഈ 1, 2, 3 ഈ 4 ഒറ്റ സിംഗിൾ പാക്കേജിൽ വരുന്നതാണ്. ഈ 4 320 ഈ ഒരെണ്ണത്തിന് ഞാൻ അതും ഓഫറിലുണ്ടാകുന്ന സമയത്ത്, ദീപാവലിയുടെ ഓഫറുണ്ടാകുന്ന സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് 175 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ വരുന്നത് ഫസ്റ്റ് കാണിച്ച ഈ മെറ്റീരിയൽ. ഇതിനൊരു 183 ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ്. പിന്നെ മീഷോയിൽ നമ്മൾ ചില പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും. കോയിൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്വാൻസ് ചെയ്ത് കുറച്ച് വിലക്കുറവ് വരുന്നതാണ്. പിന്നെ വിലക്കുറവ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ പേയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വിലക്കുറവാണ്. ഞാൻ ആദ്യമൊന്നും ഓൺലൈൻ പേയ്മെൻറ്റ് എടുക്കത്തില്ലായിരുന്നു. കുറേ പ്രാവശ്യം നോക്കി സേഫ് ആണോ എന്നൊക്കെ നോക്കി, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, റിട്ടേൺ പറ്റുന്നുണ്ടോ, അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായതുകൊണ്ട് ഇപ്പം ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റാണ് അടയ്ക്കുന്നത്. അപ്പോൾ അതിൽ ചിലതിന് 10-20 രൂപ കുറവ് വരും. അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റിലും കുറവ് വന്നതും പിന്നെ ഓഫർ ഡേ ഒക്കെ ഉണ്ടായിരുന്നതും നോക്കിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇല്ലെങ്കിലും ഈ 4 സെറ്റിനൊരു 150 എപ്പോഴും കിട്ടാറുണ്ട്. ഇത് 2 ഒരു 200 എപ്പോഴും കിട്ടാറുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ റേറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പോൾ മൊത്തം 1, 2, 4, 6 പീസാണ് വന്നിരിക്കുന്നത്. അത് 2 5 മീറ്ററിൻ്റെ 10 മീറ്റർ തുണിയും ഇതിൻ്റെ 8 മീറ്റർ തുണിയാണ്. ഒന്നും പറയാനില്ല. ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഭയങ്കര പ്രൊഫഷണൽ സ്റ്റിച്ചിങ് സംഭവമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ച്. കുറേ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡലിലൊക്കെ ഇഷ്ടമുള്ള ഗൗണുമായിട്ടും കോട്ട് സെറ്റായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. അപ്പം ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.